പുഞ്ചിരിമട്ടത്തിലാണ്. പുഞ്ചിരിമട്ടത്തിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ കനത്ത മഴ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഈ രക്ഷാദൗത്യം നടക്കുന്ന മേഖലയിലാണ് കനത്ത മഴ പെയ്യുന്നത്. ഇപ്പോൾ വെള്ളം കുത്തിയൊഴുകുന്ന ദൃശ്യങ്ങളടക്കം ഈ താഴെ നമ്മൾ നിൽക്കുന്ന ഭാഗം മുതൽ ആ രക്ഷാദൗത്യം നടക്കുന്ന ഭാഗത്തേക്ക് വരെ വെള്ളം കുത്തിയൊഴുകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മുനീഫ് അത് നേരെ ഒന്ന് കാണിക്കണം. നമ്മുടെ ക്യാമറാമാൻ മുനീഫ് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും. ഇപ്പോൾ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുഞ്ചിരിമട്ടത്തെ സ്ഥലത്ത് അതിശക്തമായ മഴ പെയ്യുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ രക്ഷാദൗത്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഈ മഴ ഇപ്പോൾ പെയ്യുന്നത്. ഇതിന് മുകളിലേക്ക് ഈ പുഞ്ചിരിമട്ടം ടോപ്പിലേക്ക് ഈ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ അവിടെ നിന്നും മലവെള്ളം കുത്തിയൊലിച്ച് വരുന്നതിനുള്ള സാധ്യതയും ഇതിനോടകം നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ ഇന്ന് രാവിലെ തന്നെ ഈ പ്രദേശത്ത് അതിശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് മണ്ണ് കുത്തിയൊലിച്ച് വരികയുണ്ടായി. ആ ഭാഗത്തേക്ക് നിൽക്കരുത്, ആ ഭാഗത്തേക്ക് പോകരുത് എന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുമൊക്കെ നിർദ്ദേശം വന്നതാണ്. ഇപ്പോഴും ഈ പുഞ്ചിരിമട്ടം ഭാഗത്ത് ശക്തമായ മഴ പെയ്യുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. മുനീഫ് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കണം. രാവിലെ മുതൽ തന്നെ രക്ഷാദൗത്യ സംഘം ഇവിടെ വന്ന ആളുകൾ ഒന്നാകെ തന്നെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടോ, ഏതെങ്കിലും വീടുകൾക്കടിയിൽ പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കുകയായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷവും അത് ശക്തമായി തന്നെ മുന്നോട്ട് പോയി. ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നു. ചിലർ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ രക്ഷാദൗത്യത്തിലുണ്ടായിരുന്നേ ഈ മഴ ഇത് രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ടോ? ഇവിടെ മഴ രക്ഷാദൗത്യത്തെ ബാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ ഒരു 3 ബോഡിയോളം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം മഴ ശക്തമായ മഴയുള്ള കാരണത്താൽ ഇപ്പം നിർത്തിവെച്ചിട്ടുള്ള എല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണ്. ഏത് സമയത്തും പിന്നെയും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. മഴ മറഞ്ഞു. മഴ മറിഞ്ഞുകൊണ്ട് ഏത് സമയത്തും ഉരുൾപൊട്ടുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ 3ഓളം ബോഡി ഇവിടെ ഉണ്ടെന്നാണ്, ഈ കുളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് തെരച്ചിലിനായിട്ട് ഇറങ്ങുമ്പോഴാണ് ഇപ്പൊ ഒരു മഴ വന്നത്. ശക്തമായ മഴ വന്നപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വേക്കോട്ടേക്ക് വലിഞ്ഞിട്ടാണ് ഉള്ളത്. തീർച്ചയായും ഇങ്ങനത്തെ ഒരു ടെറൈനാണ് ഇത്. ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോഴും നിൽക്കുന്നുണ്ട്. വലിയ ഭാരവാഹനങ്ങൾ ഇപ്പോൾ കയറി വരികയാണ്. ഈ യന്ത്രഭാഗങ്ങൾ ഇപ്പോൾ കയറി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാരണം ഇവിടെ നിൽക്കരുത്, ഇത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഈ പ്രദേശത്തു നിന്നും ഇപ്പോൾ ഇവിടെ വന്ന രക്ഷാപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും അടക്കം മാറ്റുന്നത്. മലവെള്ളം കുത്തിവലിച്ചു വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന പ്രദേശമാണ് ഇത്. തൊട്ടപ്പുറത്ത് ഇന്ന് നമ്മൾ ഏറ്റവും ടോപ്പ് പോയിന്റിൽ പോയിരുന്നു, അതിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പോയിരുന്നു. അവിടെ ഇന്ന് നടന്ന മണ്ണിടിച്ചിൽ വരെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അതിനാൽ തന്നെ തൽക്കാലം ഈ ഭാഗത്ത് മഴ ഇങ്ങനെ ഉറയ്ക്കുമ്പോൾ ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല. ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മടങ്ങുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറാമാൻ മുനീഫ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. നിലവിൽ ഇവിടെ കൊണ്ടുവന്ന ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇങ്ങ് മുകളിലേക്ക് മാറ്റിയിടുകയാണ്. മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഈ കല്ല് വീഴ്ചയോ ഉണ്ടായാൽ അത് ബാധിക്കാത്ത തരത്തിലാണ് അതിപ്പോൾ മാറ്റിയിടുന്നത്. NDRFന്റെയും അതോടൊപ്പം ഫയർഫോഴ്സിന്റെയും ആർമിയുടെയും ഒക്കെ ആളുകളുണ്ട്. സന്നദ്ധ സംഘടനകളിൽപ്പെട്ട ആളുകൾ രാവിലെ മുതൽ ഇവിടെ സേവനം നടത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ മഴ കാരണം മാറി നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ. ഇങ്ങനെ മാറി ചിലപ്പോൾ മഴയുണ്ടാകും, ചിലപ്പോൾ മഴ മാറി നിൽക്കും. ആ ഒരു കാലാവസ്ഥയിലാണ് പുഞ്ചിരിമട്ടത്ത് ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത്. ശ്രീകാന്തിനടക്കം നിൽക്കാൻ പറ്റാത്ത പോലെ നമ്മളൊരു പക്ഷേ അന്ന് കർണാടകയിലെ ശിരൂരിലൊക്കെ കണ്ട പോലെയുള്ള പെരുമഴ പെയ്ത് നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്തായാലും സുരക്ഷിതമല്ല. ഇനിയിപ്പോൾ നിൽക്കുന്നത് അവിടെ ഈ പറയുമട്ടിൽ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഇപ്പോഴും നിൽക്കുന്ന സ്ഥലമാണ്. എന്നാൽ പുഞ്ചിരിമട്ടത്ത് ടോപ്പിൽ പോകുമ്പോഴൊക്കെ അങ്ങോട്ടേക്ക് അധികം കയറരുത് എന്ന മുന്നറിയിപ്പൊക്കെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോഴും ഈ മഴ പെയ്താൽ അത്രത്തോളം ഫ്രജൈലായി, എന്താണ് പറയുക, അത്രത്തോളം ദുർബലമായി ഇടറി നിൽക്കുന്ന മണ്ണാണ്. അവിടെ അധികം നിൽക്കൽ സേഫ് അല്ല എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. അത് മാധ്യമപ്രവർത്തകരാവട്ടെ. ശ്രീകാന്ത് പെട്ടെന്ന് അവിടെ ഒന്ന് നിർദ്ദേശപ്രകാരം തന്നെ അവിടെ നിന്ന് മടങ്ങും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രക്ഷാപ്രവർത്തകരോടും അവിടെ ഒന്ന് ചൂരൽമല ഭാഗത്തേക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് അവിടുത്തെ ദൗത്യം മതിയാക്കി ഇങ്ങോട്ടേക്ക് മടങ്ങുന്നു. അപ്പോൾ അതിലൊരു രക്ഷാപ്രവർത്തകൻ പറഞ്ഞത് അവിടെ ഒരു വീടിൻ്റെ താഴെ ഒരു വീടൊന്നാകെ കുളത്തിലേക്ക് പോയിട്ടുണ്ട്. ആ കുളത്തിൽ 2 മൃതദേഹങ്ങളുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് അവർ. പക്ഷേ അതിന്നും നടന്നില്ല. ഇന്ന് എത്രയാണ് 15ഓളം ഹിറ്റാച്ചുകളകത്തേക്ക് പോയിട്ടുണ്ട് നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷേ ആ മണ്ണുമാന്തി യന്ത്രങ്ങളൊന്നും നമ്മളിന്ന് അവിടെ കണ്ടില്ല. അത് വേറെ ഏതോ മേഖലയിൽ നടത്താണ്. നേരത്തെ ആദ്യം പോയ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾക്കപ്പുറം
കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ നമുക്ക് ഇന്നതിനുള്ളിൽ കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ബെയിലി പാലം എത്തിയതിനു ശേഷമായിരിക്കും അങ്ങോട്ടേക്ക് കൂടുതലായി എത്തുക. അതോ വേറെ മേഖലകളിൽ നമ്മൾ കാണാത്ത മേഖലകളിൽ മണ്ണുമാന്തി യന്ത്രം പരിശോധന നടത്തുന്നുണ്ടോ എന്ന കാര്യവും അറിയില്ല. പക്ഷേ ഇന്ന് രാവിലെ മുതൽ 6 മുതൽ ഈ സമയം വരെ ഏതാണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ കൃത്യമായി തന്നെ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ പോവുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുമ്പോഴൊക്കെ കൃത്യമായി തന്നെ ഒരു മിനിറ്റെങ്കിലും 1 മിനിറ്റ് പോലും പാഴാക്കാതെ രക്ഷാദൗത്യം അത് സേനകളുടെ വിഭാഗങ്ങൾ അടക്കം കൃത്യമായി മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അതിനിടയിൽ മഴ പെയ്യുന്നതും കാര്യങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന നിലമ്പൂർ മൊത്തം 144 മൃതദേഹങ്ങൾ, അതിൽ 56 മൃതദേഹങ്ങളും 88 ശരീരഭാഗങ്ങളുമാണ്. അപ്പോൾ നിലമ്പൂർ ചാലിയാർ പുഴയിലെ വേദനയുടെ കണക്കാണത്. എസ് വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ഈ മഴ തുടരും എന്ന് കരുതണോ അതോ പെയ്തൊന്ന് തോരും വീണ്ടും രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ മുണ്ടക്കൈയിലടക്കമെന്ന് കരുതണോ വിജയകുമാർ? അല്ല ഹാഷ്മി, അത് കുറച്ചു സമയം കൂടി നമ്മൾ കാത്തിരിക്കണം അക്കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് അറിയാൻ. ആ പെരുമഴയുടെ തീവ്രത ഇവിടെ അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുഴയിൽ നമ്മൾ കാണുന്നുണ്ട് കുറച്ച് നീരൊഴുക്ക് കുറെ കൂടി ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല വളരെ വേഗത്തിൽ ആ തീരുമാനം എടുക്കാൻ കഴിയുമെന്ന്. കുറച്ച് കഴിയുമ്പോൾ മാത്രമേ ഒരുപക്ഷെ അതിലൊരു തീരുമാനം വരികയുള്ളൂ. മഴ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകളിൽ അങ്ങനെ ആവണമെന്നില്ല. കാര്യം തന്നെയല്ല, മഴ കുറഞ്ഞാലും അത് എന്താണ് തുടർ മഴ പെയ്യുമോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. തൽക്കാലം അതിലൊരു തീരുമാനം എടുക്കാൻ സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ മഴ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ദൗത്യം പുനരാരംഭിക്കാൻ കഴിയും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വീണ്ടും JCBകളും ഒക്കെ അവരുടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. വലിയ പാറകളൊക്കെ ഇട്ട് പ്രതലം ഉറപ്പിച്ച് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് പാലത്തിന്റെ അനുബന്ധ ഒരു അപ്രോച്ച് റോഡ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാവുന്ന മട്ടിൽ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്രോച്ച് റോഡ് അവിടെ ആ പാലം ചെന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഉറപ്പുള്ള പ്രതലം ഉണ്ടായിരുന്നില്ല. അത് ആകെ വഷളായി എന്ന് വെച്ചാൽ മണ്ണെല്ലാം ഒഴുകി വന്ന് അത് ആകെ നശിച്ച ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ അത് കുറെ കൂടി ബലമുള്ള ഒരു പ്രതലം, ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. വലിയ പാറകളും കല്ലും ഒക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് ഉറപ്പിക്കുന്നുണ്ട്. ആ ജോലി നടക്കുന്നുണ്ട്. ആർമി പറഞ്ഞതുപോലെ ഒരു 3 മണി 4 മണി സമയമാകുമ്പോഴേക്കും അതിലെ വാഹന ഗതാഗതം സാധ്യമാകുന്ന തരത്തിൽ അവിടെ കാര്യങ്ങൾ മെച്ചപ്പെടും എന്ന് തന്നെയാണ്. അല്ലെ ആ ജോലി പുരോഗമിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ പുഴയിൽ ഇപ്പോഴും ഒന്നിലധികം മണ്ണുമാന്തി യന്ത്രങ്ങൾ അവരുടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പുഴയിൽ ഇനി എവിടെയെങ്കിലും മനുഷ്യർ കുടുങ്ങിയിട്ടുണ്ടോ, മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ, വലിയ വലിയ കല്ലുകൾ എന്ന് വെച്ചാൽ നമ്മൾ വലിയ പാറ, വലിയ മല എന്ന് പറയാവുന്നത് ഒന്നാകെ ഇനി പോന്നിരിക്കുകയാണ് താഴേക്ക്. അപ്പോൾ അത് പതിക്കുന്ന റൂട്ടിൽ, അത് വരുന്ന റൂട്ടിൽ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ അത് മണ്ണിനടിയിലേക്ക് ഞെരുക്കി ഇറക്കിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ള അപകടമൊക്കെ സംഭവിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ അതൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി പുഴയിൽ ഇറങ്ങി അല്ലെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങി ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ തെരച്ചിൽ നടക്കുകയാണ്. ഒപ്പം മണ്ണ് എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടി നിന്ന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിലെ മൺതിട്ടകളൊക്കെ അവർ നീക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഈ ജലം സുഗമമായി താഴേക്ക് ഒഴുകി പോകുന്നതിനും ഇനിയും അടുത്ത ഈ സമയങ്ങളിലൊക്കെ മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒഴിവാക്കാനും ഒക്കെ അത് ഉപകരിക്കുകയും ചെയ്യും. അങ്ങനെ ഒന്നിലധികം വലിയ മെഷീനുകൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനോടനുബന്ധമായി ഇവിടെ നിന്ന് രാവിലെയും ഇന്നലെയും ഇന്നുമൊക്കെയായി പോയ 20-25ഓളം മണ്ണുമാന്തി യന്ത്രങ്ങൾ വിവിധ മേഖലകളിൽ, മുണ്ടക്കൈ മേഖലയിൽ അടക്കം വലിയ അവരുടെ തെരച്ചിൽ ജോലികൾ ഏർപ്പെടുന്നുണ്ട്. ഇനി എന്താണ് അവിടുത്തെ അടുത്ത നടപടികൾ, എത്ര ദിവസം ഈ നിലയിലുള്ള തെരച്ചിൽ നമുക്ക് നടത്താൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അത് പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടാകും. അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടാവും. ഒരുപക്ഷെ 2 ദിവസം കൂടി ഇതേ നിലയിലുള്ള തെരച്ചിൽ തുടരുമായിരിക്കും. അത് കഴിഞ്ഞ് എന്തോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിന് റവന്യൂ വകുപ്പൊക്കെ നൽകാൻ പോകുന്ന മറുപടി, വിശദീകരണം എന്താണ് എന്നറിയണം. ഏതായാലും ഈ പുഞ്ചിരിമുട്ടത്ത് മുണ്ടക്കയിലൊക്കെ കനത്ത മഴ, അസാധ്യമായ പെരുമഴ പെയ്ത്താണ്. അവിടെ താഴേക്ക് വെള്ളം ഇങ്ങനെ കുത്തിയൊലിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇനി 1 മിനിറ്റ് കൂടി ആ രക്ഷാദൗത്യം അവിടെ തുടരാൻ കഴിയില്ല. അങ്ങനെ തുടരുകയാണെങ്കിൽ അത് ഇന്നലെ ആ ദൗത്യ സംഘത്തലവൻ പറയുന്നത് പോലെ അത് റെസ്ക്യൂവർമാരുടെ ലൈഫിനെ റിസ്ക് ചെയ്യലാകും. അതുകൊണ്ട് തന്നെ അവർ മടങ്ങുകയാണ്, പുഞ്ചിരിമട്ടത്തുനിന്ന് മടങ്ങുകയാണ്. പുഞ്ചിരിമട്ടത്തുനിന്നും മുണ്ടക്കയിൽ നിന്നും ഒരുപക്ഷെ അല്പസമയത്തിനകം മടങ്ങുകയാണ്. ഇനി നോക്കേണ്ടത് കാണാതായവരുടെ എണ്ണം തന്നെയാണ്. 240-ലധികം എന്നുള്ള കണക്ക് ഇപ്പോഴും നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് കണക്ക് ഒരുപക്ഷെ വൈകിട്ടോടുകൂടി വരുമായിരിക്കും. ഈ പറയുന്ന ഒരുപക്ഷെ ഈ കണ്ടെത്തിയ മൃതദേഹങ്ങളിലോ അല്ല ഈ പറയുന്ന ക്യാമ്പുകളൊക്കെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു അവസാന കണക്ക് ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി ആവണം വരുന്നുണ്ടാവുക. അപ്പോഴാണ് അല്ലെങ്കിൽ ഈ കണ്ടെത്തി 240 എന്നുള്ള കണക്ക് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഇപ്പോഴും ആശങ്കയ്ക്ക് അടിസ്ഥാനമായി തന്നെ നിൽക്കുകയാണ്. അവരെവിടെ എന്നുള്ള വലിയ ചോദ്യം ഉയരുന്നു.
ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ഇപ്പോഴും ആകുന്നില്ല. എത്തിപ്പെടാൻ കഴിയാത്ത ഇനിയും മേഖലകളുണ്ട് എന്നും ഇങ്ങനെ അവിടുത്തെ ചില പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ടൊക്കെ എത്തിപ്പെടാൻ പറയും. ഇപ്പോൾ ആർമി ഏറ്റവും ഒടുവിൽ പറയുന്നത് ഈ പുഞ്ചിരിമട്ടത്ത് റെസ്ക്യൂ പോസിബിലിറ്റി ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ ലോക്കൽ ഒഫീഷ്യൽസ് പറയുന്നത് പ്രകാരം റെസ്ക്യൂ പോസിബിലിറ്റി എന്ന് പറയുന്നു പറഞ്ഞാൽ ജീവനോടുകൂടി ആൾക്കാരെ കണ്ടെത്താൻ ചാൻസ് ഉണ്ടെന്ന് ആർമി പറയുക ആണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും പ്രത്യാശയുടെ മണിക്കൂറുകൾ തന്നെയാണ് എന്ന് ഉറപ്പായും പറയാം. പുഞ്ചിരിമട്ടത്തെ ദൗത്യം നിർത്തി എന്നുള്ളതാണ്. ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ച നിൽപ്പാണ് മേലെ മുണ്ടക്കൈ പ്രദേശം. തകർന്നടിഞ്ഞ നൂറുകണക്കിന് വീടുകളിൽ ആരെല്ലാം ഉണ്ടായിരുന്നു എന്നതിന് ഇപ്പോൾ തിട്ടപ്പെടുത്താനാകില്ല. എല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്ന കാഴ്ചകളൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാഴ്ചയാണ്. ആ മേഖലയിലെ കാഴ്ചകൾ